ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നാച്ചുറലായിട്ടുള്ള ഒരു ഡ്രിങ്ക്. നമ്മുടെ പാടത്തും വരമ്പത്തൊക്കെ കാണുന്ന ചെമ്പരത്തിയില്ലേ, അതിനെ പറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഇതിലും ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഈ നേരം ഞാൻ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൂ ഇതളുകൾ ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കളറെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി വേണ്ടത് 2 നാരങ്ങയും അല്പം ചെറിയ അളവ് ഇഞ്ചിയുമാണ്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചി ചതച്ചതിൻ്റെ നീരെടുക്കുക, നാരങ്ങയും പിഴിഞ്ഞ് എടുത്ത് വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം പഞ്ചസാര ലൈൻ ഉണ്ടാക്കണം. നമ്മുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. കൂടുതലായ അളവിലൊന്നും വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈന് നമ്മുടെ കളർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമ്മുടെ ഇഞ്ചിയും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുക്കുക. തീർത്തും കുറുകി പോകല്. ഞാൻ അല്പം വെള്ളം പോലെയാണ് എടുക്കുന്നത്, തീർത്തും കുറുക്കി എടുക്കുന്നില്ല. നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ സ്ക്വാഷ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് എന്താ പറയുക, നല്ലൊരു കളറും കിട്ടും. പിന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഇഞ്ചിയുടെയും നാരങ്ങയുടെയും ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വെളിയിലുള്ള ഈ കെമിക്കൽ ഡ്രിങ്കൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നാച്ചുറലായിട്ടുള്ള ഡ്രിങ്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.